ഓൾ, വെൽക്കം ടു താര ഫാഷൻസ്. ഇന്ന് നമുക്ക് കുറച്ച് പട്ടുപാവാടകൾ കാണാൻ നോക്കാം. ഓണമാകുമ്പോൾ പട്ടുപാവാട ഇല്ലാതെ അതൊരു ഇൻകംപ്ലീറ്റ് ആവുമല്ലോ. പട്ടുപാവാട എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ വിട്ടിട്ട് നമുക്കിന്ന് കുറച്ച് ഓർഗൻസ, നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന, എന്നാൽ അത് ഒരുപാട് സ്റ്റാൻഡ് ഔട്ട്, ഒരുപാട് ലൗഡ് അല്ലാത്ത സോഫ്റ്റ് ഓർഗൻസ. അതിൽ വരുന്ന ഒരു എന്താ പറയുക, ഗോൾഡ് സ്ട്രൈപ്സ് അല്ല, സോറി, ചെക്കേർഡ് മോഡലാണ് വരുന്നത്. ചെക്കേർഡ് മോഡൽ ഗോൾഡ് ചെക്കേർഡ് ആണെങ്കിലും അത് അത്ര ഒരു പ്രൊഫൗണ്ട് അല്ലാതെ, ഒരു ലൗഡ് അല്ലാതെ, ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് എലഗൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ. നല്ല വൈറ്റിൽ, ഓഫ് വൈറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് വൈറ്റിൽ ഗോൾഡൻ ചെക്കേർഡ് ആണ് വരുന്നത്. അത് നല്ല സട്ടിലായിട്ടുള്ള ചെക്കേർഡ് പാറ്റേൺ ആണ് ഫുൾ വരുന്നത്, ഓൾ അക്രോസ് ദ സ്കേർട്ട്. എന്നിട്ട് താഴെ ഇങ്ങനെ വലിയൊരു വീതിയിലുള്ള ബോർഡർ വരുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേൺ ആണ് അക്രോസ് ദ സ്കേർട്ട്. ആ ഫ്ലോറൽ പാറ്റേൺ കണ്ടിന്യൂ പോകുന്നുണ്ട്. മുകളിലും സ്കേർട്ടിൻ്റെ ടോപ്പിലും ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. അതിലും ഇങ്ങനെ ആ ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. അത് ഡോറീസ് വെച്ചിട്ടാണ്, നോട്ട് കെട്ടിയാണ് ഇത് വരുന്നത്, ഹുക്ക് മോഡലല്ല. ഇത് ഫ്രീ സൈസ് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നിറച്ച് കുഞ്ഞു കുഞ്ഞു അടുക്കടുക്കായിട്ട് പ്ലീറ്റ്സ് വെച്ച് തയ്ച്ചിരിക്കുന്ന ഒരു റെഡിമെയ്ഡ് സ്കേർട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഇത്രയും നല്ല സട്ടിലായിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൻ്റെ ബ്ലൗസസ് വരുന്ന കളേഴ്സ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള 3 ഷെയ്ഡ്സ് ആണുള്ളത്. ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ യെല്ലോ, നല്ലൊരു ഡീപ്പ് റെഡ്, ഒരു മെറൂണിഷ് റെഡ് എന്ന് തന്നെ പറയാം, പിന്നെ ബോട്ടിൽ ഗ്രീൻ. ഈ 3 ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. ലോഞ്ച് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പുക്കുട്ടൻ ഇട്ടിരുന്ന ആ ഒരു സ്കേർട്ട് ബ്ലൗസ് ഇതിലെ ഒരെണ്ണം, ഇതുപോലത്തെ ഒരെണ്ണമായിരുന്നു. അതിലെ ഗോൾഡൻ യെല്ലോ ആയിരുന്നു അവൾ ചൂസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ബ്ലൗസ് അവൾ എടുത്തതായതുകൊണ്ട് ഞാൻ പുതിയ പാക്കറ്റ് പൊട്ടിച്ചില്ല, എടുത്തത് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആള് അതിൻ്റെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നതെന്ന്. അതിൻ്റെ കളർ ഇതാണ്, ഈ കളറാണ് അത് വരുന്നത്. നല്ലൊരു ഗോൾഡൻ യെല്ലോയിൽ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ ബുട്ടാസാണ് ഓൾ ഓവർ ദ ബ്ലൗസിൻ്റെ പീസിൽ വരുന്നത്. അപ്പോൾ അത്രയും സട്ടിലായിട്ടുള്ള ഒരു സ്കേർട്ടിൻ്റെ ഒപ്പം ഈ ഒരു കുഞ്ഞ് എന്താ പറയുക, ഈ ഒരു ചെറിയ ബുട്ട വർക്ക്, ഗോൾഡൻ ബുട്ട വർക്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിലെ ബ്ലൗസ് കൊടുക്കുമ്പോൾ നമുക്കത് നമ്മുടെ സ്കിന്നോട് ചേർന്ന് വരുമ്പോൾ ആ ഫേസിന് തന്നെ ഒരു നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഷെയ്ഡ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് 2 ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മറൂണിഷ് റെഡ്, ഇതാണ് ആ ഷെയ്ഡ്. ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ അതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ ഫേസിന് തന്നെ ആ ഒരു ഗ്ലോ വരും. ആ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷെയ്ഡ്. ഇനി തേർഡ് ഷെയ്ഡ് കാണിച്ചു തരാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്. അഗൈൻ നല്ലൊരു ഡീപ്പ് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ്. ഓൾ ഓവർ ദ ബ്ലൗസ് പീസ് ഇത് വരുന്നത്. ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ്. ഇതിൽ ഫുൾ ഇത് തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ ബുട്ടാസാണ് വന്നേക്കുന്നത്. ഇത് പ്രിൻസസ് കട്ടിൽ തയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അതിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മൾട്ടി പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കതിനെ നല്ല ക്രോപ്പ് ടോപ്പ് മോഡലിൽ തയ്ച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ധാവണി, ഒരു പെയർ ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ഇതുണ്ടെങ്കിൽ, എന്താ പറയുക, ദുപ്പട്ട ഉണ്ടെങ്കിൽ, സെറ്റ് മുണ്ടിൻ്റെ ഇതായാലും മതി. അതിനെ ഒരു ധാവണിയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. പിന്നെ ഈ ഡ്രസ് മെറ്റീരിയൽസ് ഏത് ചൂസ് ചെയ്താലും നമുക്കത് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോടുകൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും വേഗം മെസ്സേജ് അയക്കൂ. So I'll see you in the next video. Until then, take care and bye-bye.